നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൽ പ്രതിയായിട്ടുള്ള ജയശ്രീയുടെ ജാമ്യ ഹർജി ഹൈക്കോടതി കീറിയെറിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ PS പ്രശാന്തിന്റെ പടിയിറക്കം ഔദ്യോഗികമായിട്ട് ഒരു യാത്ര കൊടുക്കേണ്ടതാണ്. പക്ഷേ CPM അതിന് മടിച്ചു നിൽക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു യാത്ര അത്തരത്തിൽ നൽകി കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ PS പ്രശാന്ത് അറസ്റ്റിലായാൽ അത് CPMന് വലിയ തിരിച്ചടിയാകുമെന്ന് ഭയന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് CPM മനഃപൂർവ്വം പിന്മാറിയിരിക്കുന്നത്. ഇപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച കേസിലെ പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ഇതിനോടകം പ്രതികളൊക്കെ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SIT കണ്ടെത്തൽ. അതായത് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാന പങ്ക് ജയശ്രീയും വഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹർജി തള്ളിയ സ്ഥിതിക്ക്, ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് ജയശ്രീയുടെ അറസ്റ്റ് ഉടനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ സ്ത്രീയായിരിക്കും ജയശ്രീ. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയിരുന്നത്. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ശബരിമല ശ്രീകോവിലിലെ സ്വർണം ആസൂത്രിതമായി കവർന്ന കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കാട്ടിയാണ് S ജയശ്രീ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഓരോരുത്തരായി അറസ്റ്റിലാകുമ്പോൾ ഒരുപക്ഷെ ഭയന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പക്ഷേ അതും കോടതി കീറിയെറിഞ്ഞു. സമാന ഉള്ളടക്കത്തോടെ ഇവർ നൽകിയ ഹർജി ഹൈക്കോടതി നേരത്തെയും തള്ളിയിരുന്നു. സെഷൻസ് കോടതിയെ സമീപിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് K ബാബു മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. നേരിട്ട് സമീപിക്കുന്നതിന് പ്രത്യേക സാഹചര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ലെന്നും അഭിപ്രായപ്പെട്ട ഹൈക്കോടതി സെഷൻസ് കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് സെഷൻസ് കോടതിയിലെ ഹർജിയിൽ ജയശ്രീ വിശദീകരിച്ചതെങ്കിലും കോടതി അംഗീകരിച്ചില്ല. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 മെയ്യിൽ വിരമിക്കുന്നതുവരെ തിരുവാഭരണം കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ജയശ്രീ ശബരിമലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് ആഴ്ചയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇവിടെ പല ഉന്നതരുടെയും ഹൃദയം സ്തംഭിക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെയാണ് 9 പ്രതികളുള്ളത്. നിലവിലെ ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, സുനിൽ കുമാർ, D സുധീഷ് കുമാർ, അതുപോലെ R ജയശ്രീ, KS ബൈജു, RG രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണറാണ്, രാജേന്ദ്ര പ്രസാദ്, രാജേന്ദ്ര നായർ, ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണത്തിൽ 8 പ്രതികളാണുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൽപേഷ്, 2019 ദേവസ്വം കമ്മീഷണർ A പത്മകുമാർ, പ്രസിഡന്റായിരുന്ന 2019 തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി എന്നിങ്ങനെയാണ് പ്രതികൾ. ഇപ്പോൾ ലിസ്റ്റിലുള്ള ബാക്കിയുള്ളവരിലേക്കും പിന്നാലെ തന്നെ SIT എത്തും. ഇതിൽ ജയശ്രീയുടെ ഹർജി കോടതി തള്ളിയതുകൊണ്ട് അടുത്തത് ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെ നിർബന്ധിത അവധിക്ക് പിന്നാലെ സ്ഥലമാറ്റം നൽകിയിട്ടുണ്ട്. N വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ വാസുവിന്റെ ഓഫീസിലെ ശബരിമല സെക്ഷൻ ക്ലർക്കായിരുന്നു ശ്യാം പ്രകാശിനെതിരെയാണ് ഇപ്പോൾ നടപടി. നിലവിൽ ദേവസ്വം വിജിലൻസ് തിരുവിതാംകൂർ സോൺ ഓഫീസർ ആയിരുന്ന ശ്യാം പ്രകാശ് സ്വർണ്ണക്കൊള്ള അന്വേഷണം തുടങ്ങിയ ശേഷമാണ് ഈ ഉദ്യോഗസ്ഥൻ തന്റെ ഓഫീസിലുണ്ടെന്ന് വിജിലൻസ് SP തിരിച്ചറിഞ്ഞത്. തുടർന്ന് നിർബന്ധിത അവധിയിൽ പോകാൻ SP നിർദ്ദേശിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥലമാറ്റം. ദേവസ്വം വിജിലൻസിൽ നിന്നും വർക്കല ഗ്രൂപ്പിലേക്കാണ് ശ്യാം പ്രകാശിനെ സ്ഥലം മാറ്റിയത്. വർക്കല അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായിട്ടാണ് സ്ഥലം മാറ്റം. സ്വർണം ചെമ്പായ ഫയലുകൾ കൈകാര്യം ചെയ്തത് ശ്യാം പ്രകാശ് ആയിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെയും SIT ഉടൻ ചോദ്യം ചെയ്യും.
പത്മകുമാറിന്റെ സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടി. ശബരിമല കൊള്ളയിലെ നടപടി പേടിയിൽ സ്ഥാനമൊഴിയുന്ന PS പ്രശാന്തിനെ ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങൊരുക്കാതെ CPM അനുകൂല സംഘടനകൾ. ഒരുപക്ഷെ ഇപ്പോൾ ഉയർന്നു വരുന്ന പല വിവാദങ്ങളും തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഭയന്നുകൊണ്ടായിരിക്കാം ഒരു ഔദ്യോഗികമായിട്ടുള്ള വിടവാങ്ങൽ ചടങ്ങൊന്നും തന്നെ CPM സംഘടന ഒരുക്കാത്തത്. പാർട്ടി നിർദ്ദേശം മാനിച്ചാണ് പ്രശാന്തിനെ ഔദ്യോഗിക ചടങ്ങുകൾ വേണ്ടെന്ന തീരുമാനം സംഘടനകൾ എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ചടങ്ങുകൾ നടക്കുമ്പോൾ പ്രശാന്തിനെയും ദേവസ്വം ബോർഡിനെയും പുകഴ്ത്തേണ്ടി വരും. അത് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഒരു അടിയായിരിക്കും CPM എന്ന സംഘടനയ്ക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നീക്കം ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. ശബരിമല കൊള്ളയിലെ ഹൈക്കോടതി നിരീക്ഷണങ്ങളെല്ലാം തന്നെ പ്രശാന്തിനും എതിരാണ്. ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിടവാങ്ങൽ ചടങ്ങ് റദ്ദാക്കുകയായിരുന്നു. ഭക്ഷണമടക്കമുള്ള വിടവാങ്ങൽ ചടങ്ങ് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനമൊഴിയൽ ദിവസം ഉണ്ടാകാറുണ്ട്. നവംബർ 13-നാണ് പ്രശാന്തിന്റെ കാലാവധി തീരുന്നത്. സാധാരണ നിലയിൽ ഈ ദിവസം ഔദ്യോഗിക വിടവാങ്ങൽ നൽകും. എന്നാൽ CPMന്റെ താൽപര്യക്കുറവ് മനസ്സിലാക്കി പ്രശാന്ത് കഴിഞ്ഞ ദിവസം തന്നെ ചുമതല ഒഴിഞ്ഞ് ദേവസ്വം ബോർഡ് ആസ്ഥാനം വിട്ടു. 14-ന് പുതിയ ദേവസ്വം ബോർഡ് നിലവിൽ വരേണ്ടതാണ്. എന്നാൽ ശനിയാഴ്ചയെ K ജയകുമാർ ചുമതലയേൽക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ. വിശ്വാസപ്രകാരം അയ്യപ്പന്റെ പ്രധാനപ്പെട്ട ദിനമാണ് ശനിയാഴ്ച. ഈ ദിവസം ഔദ്യോഗിക ഭരണം തുടങ്ങാനാണ് ജയകുമാറിന്റെ തീരുമാനം. ഈ ചടങ്ങിന് പ്രശാന്തും എത്തുമെന്നാണ് സൂചന. ജയകുമാർ എത്തുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വത്തിൽ വലിയ മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ശബരിമല വികസനത്തിന് സർക്കാർ വലിയ നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരുന്നു. K ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് അഭിമാനകരമാണ്. അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് ബോർഡിന് കൂടുതൽ ഊർജം നൽകും. ബോർഡിന്റെ കാലാവധി നീട്ടുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണ്. അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നതായി അറിയില്ല. ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാവുകയാണ്. ശബരിമലയിൽ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. അരവണ കഴിഞ്ഞ തവണത്തേക്കാൾ ബഫർ സ്റ്റോക്ക് ഉണ്ടാകും. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്. ബോർഡിന്റെ പ്രവർത്തനം സത്യസന്ധമായാണ് നടന്നത്. സത്യസന്ധവും സുതാര്യവും ഭക്തി നിർഭരവുമായാണ് താൻ പ്രവർത്തിച്ചതെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. ഔദ്യോഗിക വിടവാങ്ങൽ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയാണ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദമൊഴിഞ്ഞ PS പ്രശാന്തിനെ ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയും സജീവമാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനു മുൻപ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനിച്ചിരുന്നു. 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ സ്വർണ്ണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിൽ അന്വേഷണം നിലവിലെ ബോർഡിലേക്ക് നീങ്ങുന്നതും കണ്ടതോടെയാണ് CPM തീരുമാനം മാറ്റിയത്. ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്നും പുറത്തായി.